സത്യപ്രതിജ്ഞയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നത് കടപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയാണ് നടത്തുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷനായ ബഹുമാനപ്പെട്ട ശ്രീ നവീൻ സർ, 2020 വർഷത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതുവെ തെരഞ്ഞെടുപ്പ് വരന്തപ്പള്ളി പഞ്ചായത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പുതിയതായി വന്ന അംഗങ്ങൾ, അതുപോലെ നമ്മുടെ പഞ്ചായത്തിൽ സ്റ്റാഫ്, ആർമി സ്റ്റാഫ്, വിവിധ രാഷ്ട്രീയ കക്ഷികൾ, അതുപോലെ നിൽക്കുന്ന നാട്ടുകാർ, നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന പോലെ നമ്മൾ ഇന്ന് ഇവിടെ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനാണ് സന്നദ്ധരായത്. ഒരു കോവിഡ് പ്രോട്ടോകോൾ കാരണം തന്നെ നമുക്ക് അത്ര വിപുലമായ രീതിയിൽ ഈ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ സാധിക്കില്ലായിരുന്നു. മാനദണ്ഡം നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ നമ്മൾ FB ലൈവിലൂടെ ഈ പരിപാടി സംരക്ഷണം ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ നേരിട്ട് വരാൻ സാധിക്കാത്ത ആൾക്കാർക്ക് FB ലൈവിലൂടെ ഈ പരിപാടി വീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യമായ കർമ്മത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യം തന്നെ കഴിഞ്ഞ ഏകദേശം 4 മാസമായി നമ്മുടെ ഒപ്പം തന്നെ നിന്നുകൊണ്ട് ഈ വരന്തപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ വളരെ കാര്യക്ഷമമായി നടത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ നവീൻ സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. കൂടാതെ സാറിൻ്റെ കൂടെയുള്ള സ്റ്റാഫ് അവരെ ഒറ്റക്കെട്ടായി തന്നെ സാറിൻ്റെ കൂടെയും നമ്മുടെ കൂടെയും നിന്ന് പ്രവർത്തിച്ചത് അവരെയും അങ്ങനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ തെരഞ്ഞെടുക്കപ്പെട്ട പേര് വായിക്കാം. ഓരോ വാർഡിലെ 3 ശ്രീ അനിൽകുമാർ, വാർഡ് 4 ശ്രീമതി കലാപ്രിയ സുരേഷ്, വാർഡ് 5 ശ്രീമതി സുഹറ മജീദ്, വാർഡ് 6 ശ്രീ ജലാൽ ഇന്ദി, വാർഡ് 7 അഷ്റഫ്, വാർഡ് 8 ശ്രീമതി ഷീല ശിവരാമൻ, വാർഡ് 9 ശ്രീമതി ബേനസി മൊയ്തീൻ, വാർഡ് 10 ശ്രീമതി റോസ്ലി തോമസ്, വാർഡ് 11 ശ്രീമതി വിജിത ശിവദാസൻ, വാർഡ് 12 റഷീദ് BA, വാർഡ് 13 ബിന്ദു ബഷീർ, വാർഡ് 14 ശ്രീമതി അജിത സുധാകരൻ, വാർഡ് 15 ശ്രീ പുഷ്പ ലഡി, വാർഡ് 16 ശ്രീ രാജേഷ്, ശ്രീ അരുൺ ബിബി, വാർഡ് 21 ശ്രീ ഷൈജു പട്ടിക്കാട്ടുകാരൻ, വാർഡ് 22 ശ്രീ ജോൺ പിലാക്കൽ. ഈ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങൾക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറയുന്നു. കൂടാതെ പഞ്ചായത്തിൽ നിന്നുള്ള നമ്മുടെ സ്റ്റാഫ്, അതായത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും സുഗമമായി നടത്താനായിട്ട് ഒറ്റക്കെട്ടായി എൻ്റെ കൂടെയും നിന്ന് പ്രവർത്തിച്ച JS, അതുപോലെ നമ്മുടെ പേരെടുത്ത് പറയുന്നില്ല എല്ലാ സ്റ്റാഫും എല്ലാവർക്കും സ്വാഗതം പറയുന്നു. കൂടാതെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെ സന്നിഹിതരായിട്ടുണ്ട്. അവരെയും ഈ അവസരത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ ഇന്ന് ഇവിടെ ഈ പരിപാടി സാക്ഷ്യം വഹിക്കാൻ എത്തിയിട്ടുള്ള നാട്ടുകാർ, അവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ പരിപാടി ഇപ്പോൾ FB ലൈവായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്തിലെ എല്ലാ നാട്ടുകാരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഈ ഇന്നത്തെ പ്രധാന പറയുന്നത് നമ്മുടെ ഇന്നത്തെ മുതിർന്ന അംഗത്തിന് ആദ്യത്തെ പരിപാടി. അപ്പോൾ ബഹുമാനപ്പെട്ട ഇന്നത്തെ യോഗത്തിൽ അധ്യക്ഷനായ നമ്മുടെ മുതിർന്ന അംഗമായ ശ്രീ പുഷ്പാലൻ വേദിയിലും സംസാരിക്കുന്ന ഏവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ വരന്തരപ്പള്ളിക്ക് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. ഇലക്ഷൻ നടത്താൻ സാധിച്ചതിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് പഞ്ചായത്ത് സ്റ്റാഫിൻ്റെയും പൊതുപ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും സ്ഥാനാർത്ഥികളുടെയും സഹകരണം കൊണ്ട് തന്നെയാണ്. ഏവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രത്യേകത്തിലേക്ക് കടക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട 22 നിയോജകമണ്ഡലങ്ങളിലെ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്ത് അവരുടെ സ്ഥാനങ്ങളിലേക്ക് ഇന്നത്തെ ചടങ്ങ്. അതിൻ്റെ ആദ്യ ഭാഗമായി 22 അംഗങ്ങളിൽ ഏറ്റവും മുതിർന്ന
അംഗമായ വാർഡ് 15 തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ പുഷ്പാകരൻ അവരുടെ സത്യവാചകം കൊടുത്തുകൊണ്ട് ആയിക്കാർ അപ്പന്മാരും തുടർന്ന് അദ്ദേഹം മറ്റ് 21 അംഗങ്ങൾക്കും വാർഡ് ക്രമം അനുസരിച്ച് സത്യവാചകം കൊടുത്ത് അവരവരുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് കടക്കാവുന്നതാണ്. ആദ്യം പഞ്ചായത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിലേക്ക് അടുത്തായി ഓരോ അംഗങ്ങൾക്കും സത്യപ്രതിജ്ഞയ്ക്കായി വിളിക്കുന്ന ക്രമത്തിൽ ഓരോ അംഗങ്ങളും വീട്ടിലേക്ക് വരേണ്ടതാണ്. 1-ാം വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ശ്രീ ജോർജോ പിടിയ. രണ്ടാം വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ശ്രീമതി രജനി ഷീനോ. ഗ്രാമപഞ്ചായത്തിൽ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട രജനി ഷിനോ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയിലെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പ്രയാസങ്ങൾ കൂടാതെയും അമളയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാർത്ഥമായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിക്കൊള്ളുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മൂന്നാം വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ശ്രീ അനിൽകുമാർ. ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട TS അനിൽകുമാർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരം അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയും വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും. 4-ാം വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ശ്രീമതി കലാപ്രിയ സുരേഷ്. വനന്തപുരി ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട വനന്തപുരി ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട കലാപ്രിയ സുരേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും അമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാർത്ഥിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവുകൾ പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. 5-ാം വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ശ്രീമതി സുഹറ നജീബ്. വനന്തപുരി ഗ്രാമപഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ നടപ്പിലാക്കിയ യഥാർത്ഥ പൂർവ്വം പുലർത്തുന്നു ഇന്ത്യയുടെ പരമാധികാരവും നിലനിർത്തുമെന്നും മമതയും കൂടാതെയും ഞാൻ ഔദ്യോഗിക കൃത്യങ്ങൾ വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അല്ലാഹുവിന്റെ നാമത്തിൽ. 6-ാം വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ശ്രീ ജല എം. വനന്തപുരി ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ജലാലി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും
എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ ഏഴാം വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ അഷറഫ്. വനന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട അഷറഫ് സാഹിത്യത്തിൽ നിന്ന് ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ ഉദ്ദേശമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. എട്ടാം വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ഷീല ശിവരാമൻ. വനന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ശീലാശീലരാമൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയോ മമതയോ ഉദ്ദേശമോ കൂടാതെയോ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ഒൻപതാം വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ബേനസീർ മൊയ്തീൻ. വനന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ബേനസീർ മൊയ്തീൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് അള്ളാഹു. പത്താം വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ശ്രീമതി റോസലി തോമസ്. വനന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട റോസ്ലി തോമസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പതിനൊന്നാം വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ശ്രീമതി വിജിത ശിവദാസൻ. നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെ മമതയോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുകയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. പന്ത്രണ്ടാം വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ശ്രീ റഷീദ് പി എ. വനന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട റഷീദ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. വനന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ബിന്ദു ബഷീർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും
ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായ വിശ്വസ്തയോടും എൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. 14ാം വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ശ്രീമതി അജിത സുധാകരൻ. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട അജിത സുധാകരൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. 16ാം വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ശ്രീമതി ശ്രുതി രാകേഷ്. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പറായ ശ്രുതി രാകേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 17ാം വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ശ്രീമതി ബിന്ദു പ്രിയൻ. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ബിന്ദു പ്രിയൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 18ാം വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ശ്രീമതി രാധിക സുരേഷ്. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട രാധിക സുരേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 19ാം വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ശ്രീ ടി ജി അശോക്. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ടി ജി അശോകൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. 20ാം വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ശ്രീ അരുൺ വി. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട വി അരുൺ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാർത്ഥിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് നിർവഹിക്കുമെന്നും സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 21ാം വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ശ്രീ ഷൈജു പട്ടികട്ടുകാരൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെ മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 22ാം വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ശ്രീ ജോൺ തുലാപ്പറമ്പിൽ. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ജോൺ തുലാപ്പറമ്പിൽ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും
വായാശങ്ക കൂടാതെയും മമതയും കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗികമായി എൻ്റെ പരമാവധി കഴിവ് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ പ്രതിനിധികൾക്ക് ആശംസകൾ അർപ്പിക്കുക എന്ന ചടങ്ങാണ്. തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാരെ, സുഹൃത്തുക്കളെ നൽകുക. അതിയായ സന്തോഷമുള്ള മുഹൂർത്തമാണ്. കുറച്ചു കാലം ഈ പഞ്ചായത്തിന് മെമ്പറായിരിക്കാനും അവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് മെമ്പർമാരായി കഴിഞ്ഞാലുള്ള അവരുടെ ചുമതല വളരെ ഭാരിച്ചതാണ്. പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരു കാലത്ത് ഞാനൊക്കെ മെമ്പറായിരുന്ന സമയത്ത് പഞ്ചായത്തിന് യാതൊരു വിധത്തിലുള്ള അധികാരങ്ങളും ഉണ്ടായിരുന്നു. 79-ലാണ്. അന്ന് CGP സെക്രട്ടറി ചോദിച്ച പ്രസിഡന്റിന് കിട്ടിയിരുന്നത് 50 രൂപ. ആ കാലഘട്ടത്തിൽ നിന്ന് വളരെയേറെ മാറ്റം വന്നിട്ടുണ്ട്. അന്ന് പഞ്ചായത്ത് സ്വന്തമായി എഞ്ചിനീയറിംഗിനോ മറ്റധികാരങ്ങളോ ഉണ്ടായിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറിയാണ് അന്ന് ചെക്കപ്പ് കൊടുക്കുന്നത്. വെറും 5000 രൂപയാണ് ആൾക്കാരെ ചെലവഴിക്കാനുള്ള അധികാരം. എസ്റ്റിമേറ്റില് പരമാവധി 5000 രൂപയാണ് ചെലവഴിക്കാൻ പറ്റുന്നത്. ആ കാലത്തിൽ നിന്ന് മാറി ഇന്ന് ജനകീയാസൂത്രണം നടപ്പിലായതോടുകൂടി ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തുകൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് അതങ്ങനെ തുടരണം. തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും വ്യക്തിപരമായിട്ട് നേരിട്ട് അറിയാവുന്നവരാണ്, വളരെ കഴിവുള്ളവരാണ്. അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ CPM-ന്റെ എല്ലാവിധ പിന്തുണയും ഈ 22 പേർക്കും ഉണ്ടാകും എന്ന് അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ യോഗത്തെ അധ്യക്ഷൻ ബഹുമാനായ ആറും ഇവിടെ കൂടിയിരിക്കുന്ന മറ്റ് ഉദ്യോഗസ്ഥന്മാരെ, തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ച എൻ്റെ ബഹുമാന സുഹൃത്ത് ശ്രീ അഖിൽമാഷ് പറഞ്ഞ പോലെ ചെറിയ അധികാര പരിധിയായിരുന്നു പഞ്ചായത്ത് മെമ്പർമാർക്കുണ്ടായിരുന്നു. ഇന്നത് വലിയ വളരെ വിപുലമായ രീതിയിൽ ഒരു ഗ്രാമത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനുള്ള അധികാരവും അതിനുള്ള ഫണ്ടുകളും ഇന്ന് പഞ്ചായത്തിൽ ലഭ്യമാണ്. അത് കൃത്യമായി വിനിയോഗിക്കാൻ നമ്മുടെ മലയോര മേഖലകൾ, ഒരുപാട് പ്രശ്നങ്ങളുള്ള പല മേഖലകൾ ഇന്നും അനുഭവിക്കുന്നുണ്ട്. അതിനെയൊക്കെ കാര്യക്ഷമതയോടുകൂടി കക്ഷി രാഷ്ട്രീയം നടന്ന് വികസന പ്രവർത്തനങ്ങളിൽ മാത്രം കണ്ടുപിടിക്കൊണ്ട് നിങ്ങൾ ഓരോ ചോദ്യം മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിൽ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ബഹുമാന്യ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ആറോ, പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ, ഇവിടെ ജനപ്രതിനിധികളായി എത്തിയിട്ടുള്ള മുഴുവൻ പുതിയ സ്ഥലങ്ങൾ, നാം ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം ഇന്നു മുതൽ കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം, നമ്മുടെ വരന്തരപ്പള്ളി പഞ്ചായത്തിൽ വളരെ നിർണായകമായ രീതിയിലുള്ള ഒരു ഭരണ സംവിധാനമായിരുന്നു. ഒപ്പത്തിനൊപ്പം നിൽക്കുന്നിടത്ത് ഒരാളുടെ ഭൂരിപക്ഷത്തിൽ ഒരു ഭരണം നടത്തുകയും യാതൊരു പൊട്ടലും ചീറ്റലും ഇല്ലാതെ പ്രതിപക്ഷം എന്നറിയപ്പെടുന്ന 14 പേരപ്പുറത്ത് നിന്നിട്ടും ഒരു കോറലും വരുത്താതെ ഈ ഭരണം മുഴുവൻ കാലാവധി തീർക്കാൻ കഴിയുകയും അത് ശരിക്കൊരു മാതൃകാപരമായ ഒരു നിലപാടായിരുന്നു. അത് തന്നെ ഈ അവസരത്തിൽ നിങ്ങളിൽ നിന്നും ഉണ്ടാവണം. അത് ഏത് നിലയ്ക്കാണെങ്കിലും നമുക്ക് നമ്മുടെ പഞ്ചായത്തിനും നമ്മുടെ ഏരിയക്കും അറിയിക്കുന്ന രീതിയിലുള്ള ഗുണം ലഭിക്കുന്നതിന് ആവശ്യമായി നിങ്ങൾ വിനിയോഗിക്കണം എന്നാദ്യമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമതായി പറയുവാനുള്ളത്, 3 ലക്ഷത്തിൽ ചെല്ലാൻ കൂടുതൽ മെമ്പർ വോട്ടർമാരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വളരെ നിർണായകമായ 22 പേര്, നമ്മുടെ സംവിധാനം അതാണ്, ആ 22 പേരുകളെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അവർ തികച്ചും ഈ ബാക്കിയുള്ള ജനങ്ങളോട് നീതി പുലർത്തണം, നിലനിർത്തുമെന്ന വിശ്വാസത്തോടു കൂടി
ഈ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും നമ്മുടെ പഞ്ചായത്തിനും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ എല്ലാ പിന്തുണയും നിങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ അധ്യക്ഷൻ ബഹുമാനായുള്ള ആറോ, തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയങ്കരായ ജനപ്രതിനിധികളെ, എൻ്റെ ഗുരുതുല്യരായ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ, പ്രിയങ്കരായ നാട്ടുകാരുടെ നമസ്കാരം. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ 73-74 ഭരണഘടനാ ഭേദഗതികൾക്ക് ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ രൂപത്തിലെത്തിയിരിക്കുകയാണ്. നേരത്തെ എംപിമാർ സൂചിപ്പിച്ച പോലെ 5000 രൂപയിൽ നിന്നും കോടിക്കണക്കിന് രൂപ ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്താൻ തക്ക ആവശ്യമായ പദ്ധതികളും പരിപാടികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള ഒരുപക്ഷെ ഗവൺമെന്റിലേക്ക് പോലും ഇല്ലാത്ത അധികാരം ഒരു പഞ്ചായത്ത് മെമ്പറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻഗണനാക്രമം നിശ്ചയിച്ചുകൊണ്ട് അത് തെരഞ്ഞെടുക്കാനും അതിനാവശ്യമായുള്ള AS-ഉം DS-ഉം വാങ്ങാനും ആവശ്യമായിട്ടുള്ള പണം വകയിരുത്തിക്കൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കാനുള്ള അധികാരമുള്ള പ്രാദേശിക ഗവൺമെന്റാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ രാഷ്ട്രീയ പക്ഷപാതമില്ലാതെ തന്നെ മുഴുവൻ ജനങ്ങളെയും ഒന്നായി കണ്ടുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ അവർക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാവിധ ആശംസകളും തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ അംഗങ്ങൾക്കും ഞാൻ നേർന്നുകൊള്ളുന്നു. നന്ദി. നമസ്കാരം. പ്രിയപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർ, സെക്രട്ടറി, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെ, തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരെ, പ്രിയമുള്ള നാട്ടുകാരെ, കഴിഞ്ഞ 10 വർഷത്തിന് ശേഷമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വരന്തപ്പള്ളി പഞ്ചായത്ത് ഒരു ഭരണം വന്നിരിക്കുകയാണ്. നമുക്കറിയാം, എനിക്ക് മുൻപ് സംസാരിച്ചു പോയവർ സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ശേഷം ഇപ്പോൾ പുതിയ മെമ്പർമാർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ഇനി അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്ത മെമ്പർമാർക്ക് മറ്റ് യാതൊരുവിധ മമതയോ വിദ്വേഷമോ മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങളോ ഒന്നും കൂടാതെ ഞങ്ങൾ പ്രവർത്തിക്കും എന്നാണ് അവരുടെ സത്യവാചകം ചൊല്ലിയത്. അതിനനുസൃതമായ രീതിയിൽ നിങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിങ്ങളുടെ വാർഡിലെ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഏതൊരു തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർ വിചാരിച്ചാലും അവന് അത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അകമഴിഞ്ഞ പ്രവർത്തനം കൂടി ഉണ്ടെങ്കിലേ അത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ നമ്മുടെ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും മെമ്പർമാർക്ക് നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി. നമസ്കാരം. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ പുതിയൊരു ഭരണസമിതി അധികാരത്തിലെത്തുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളും നല്ല കഴിവുള്ളവരാണ്, കഴിവുറ്റവരാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. വരന്തരപ്പള്ളി പഞ്ചായത്ത് ഒട്ടേറെ സവിശേഷതകളുള്ള ഒരു പഞ്ചായത്താണ്. നമ്മുടെ പഞ്ചായത്തിലെ പശ്ചിമഘട്ട മലനിരകളുടെ സാന്നിധ്യമുണ്ട്. നമ്മുടെ പഞ്ചായത്തിനെ രണ്ടായി വിഭജിച്ചുകൊണ്ട് കുറുമാരി പുഴയുടെ ഒരു നിറസാന്നിധ്യം ഉണ്ട്. നമുക്ക് തോട്ട മേഖല, തോട്ടത്തൊഴിലാളികളുടെ തോട്ട മേഖല വ്യവസായികമായി ആദരിക്കുന്നുണ്ട്. ആദിവാസി കോളനികൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. ഏകദേശം 500ഓളം ആദിവാസി ജനസംഖ്യ നമുക്കുണ്ട്. പട്ടികജാതി കോളനികളുണ്ട്. ഒരു മലയോര പഞ്ചായത്ത് എന്ന് പറയുന്നത് വിശേഷിപ്പിക്കാം. പക്ഷേ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുക്കുന്ന അതിന് പ്രാധാന്യമുള്ള ഒരു പഞ്ചായത്താണ്. ഈ വിധമുള്ള സവിശേഷതകളെല്ലാം ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വെല്ലുവിളികൾ, ഒരുപാട് വികസന സ്വപ്നങ്ങൾ വരന്തരപ്പള്ളി പഞ്ചായത്തിലുണ്ട്. അതിനെല്ലാം ഭാവനാത്മകമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ഭരണ സമിതിയായി, ഭരണ നേതൃത്വമായി ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 22 മെമ്പർമാർക്ക് പ്രവർത്തിക്കാൻ കഴിയണം. വലിയ പ്രശ്നങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. പഞ്ചായത്ത് ഈ സവിശേഷതകളുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ സവിശേഷമായ പ്രശ്നങ്ങൾ
നമ്മുടെ മുന്നിലുണ്ട്. അത് പരിഹരിക്കാൻ ഒറ്റക്കെട്ടായി എല്ലാവരും ആത്മാർത്ഥമായി ശ്രമിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ വിധമുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയമായ വേർതിരിവുകളോ വ്യത്യസ്തമായ ചിന്താഗതികളോ ഉണ്ടാകേണ്ട കാര്യമില്ല. ഒരു ടീമായി നിന്ന് വനന്തരപ്പള്ളി പഞ്ചായത്തിൻ്റെ വികസനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിങ്ങളെല്ലാവരും തയ്യാറാകണം ആത്മാർത്ഥമായി എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട കുറ്റകൃത്യം ചെയ്ത എല്ലാ അംഗങ്ങളെയും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അഭിവാദ്യം. ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെല്ലാം പരിസമാപ്തി കുറിച്ചുകൊണ്ട് 22 ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്ത് ഭരണസാരഥ്യം ഏൽപ്പിച്ച പൊതുജനങ്ങളോടാണ് ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നത്. തുടർന്ന് 22 ജനപ്രതിനിധികളായും നല്ല സേവനം പൊതുജനങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ നല്ല രീതിയിൽ അവർക്ക് പാവങ്ങളാക്കിക്കൊണ്ട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്ന് ഈ ഇലക്ഷൻ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിനെ നിയോഗിക്കപ്പെട്ട ആറോ ശ്രീ സാഹിബ് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫംഗങ്ങൾ അവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. തുടർന്ന് നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി ശ്രീമതി ഉമ മേഡം നമുക്ക് ഇലക്ഷൻ്റെ കാര്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് നമുക്ക് പ്രചോദനം നേരിടുന്ന മേഡത്തിനും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇലക്ഷൻ പ്രക്രിയ ഒരു തുടർ പ്രക്രിയയിൽ ഒട്ടനവധി പ്രയാസങ്ങൾ നേരിടണമെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒട്ടനവധി പഴികളും കാര്യങ്ങളും നമുക്ക് കേരളത്തിൽ വന്നിട്ടുമുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് തോന്നുന്നത്. ഇലക്ഷനുമായി മുൻകൂട്ടുള്ള നമ്മുടെ സ്റ്റാഫ് അംഗങ്ങളെ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരെയും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്ന ശ്രീ സുമേഷ്, പിന്നെ ഈ ചടങ്ങ് വീക്ഷിക്കാൻ വന്നിരിക്കുന്ന നല്ലവരായ എല്ലാ നാട്ടുകാർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം.